നല്ലൊരു ഒന്നാന്തരം ചിക്കൻ ഐറ്റമായിട്ടാണ് അന്ന് വന്നിട്ടുള്ളത്. ചിക്കൻ പെരട്ട്, ചിക്കൻ ഫ്രൈ ചെയ്യാതെ തന്നെ നല്ല ഫ്രൈ ചെയ്ത പോലെ ആക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. നല്ല രസമുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. 2 കിലോ ചിക്കനാട്ടോ. 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തിട്ട് വെച്ചിട്ടുണ്ട്. അധികം മസാല ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി, കാശ്മീർ ചില്ലി, ചിക്കൻ മസാല, ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഈ ഐറ്റംസ് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരല്പം മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. 2 സ്പൂണ് കാശ്മീർ ചില്ലി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂണ് ചിക്കൻ മസാല, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഗരം മസാല ഇട്ടിട്ടിരിക്കുന്നത്. ഇനി നമ്മളിതാ വെളിച്ചെണ്ണ ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വേണ്ട ആദ്യം ചേർക്കേണ്ട സാധനം ഒരു 10 വറ്റൽമുളകുണ്ട്, ഒരല്പം അത് വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില, 1 സ്പൂണ് പെരിഞ്ചീരകവും കൂടി ആ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കിലോ സവാള, 1/2 കിലോ ചെറിയ ഉള്ളി, സവാള അല്ല കേട്ടോ, ചെറിയ ഉള്ളി, 10 പച്ചമുളകുണ്ട്. പച്ചമുളക് തന്നെ ഇത് തനി നാടൻ പച്ചമുളക് കേട്ടോ, എരിവ് തീരെ ഇല്ലാത്തതാണ്. അതിൻ്റെ രുചി ഇതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഉള്ളി കേട്ടോ, അത് 1/2 കിലോ ചെറിയ ഉള്ളി. 2 കിലോ ചിക്കനിക്ക് 1/2 കിലോ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചമുളക് സാധാ എരിവുള്ള പച്ചമുളക് ഇത്ര തോന്നിട്ടാൽ പ്രശ്നമാവും. ഇനി സവാള രണ്ട് വലിയ സവാളയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. 250 ഗ്രാമുണ്ട്. അതിക്ക് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടാണ്. എല്ലാം കൂടി നല്ല വേവാൻ വേണ്ടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. വിടാതെ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് അടി പിടിക്കും. ഇനി ഒരു 3-3.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായി അരച്ചതുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വെന്താൽ തക്കാളി ഇട്ട് കൊടുക്കുക. 2 തക്കാളി ഇട്ടാൽ, മീഡിയം 2 തക്കാളിയാണുള്ളത്. അത് അളവ് നോക്കുകയാണെങ്കിൽ ഒരു 200 ഗ്രാം തികച്ചില്ല. ഇനി ഇതിലേക്ക് വേണ്ട മസാല നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിലേക്ക് കാശ്മീർ ചില്ലി 1.5 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണുണ്ട്, ഗരം മസാല 1 സ്പൂണുണ്ട്, മഞ്ഞൾപ്പൊടി 1 സ്പൂണുണ്ട്, കുരുമുളക് പൊടി 1 സ്പൂണുണ്ട്, പിന്നുള്ളത് ചിക്കൻ മസാലയാണ് 1.5 സ്പൂണുണ്ട്. എല്ലാം കൂടി ഇതിലേക്ക് വേണ്ട മസാല. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചിട്ടാൽ മതി. പിന്നെ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നോക്കിയിട്ടിടുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല നമ്മൾ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ മസാല വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ. ഒരല്പം, ഒരു 100 മില്ലിയോ 200 മില്ലിയോ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ തന്നെ കിടന്ന് വേവുത്. ഇങ്ങനെ ഏകദേശം ഒരു പരുവായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളത് വേവിക്കേണ്ടത്, ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കരുത്. ചിക്കൻ പെരട്ടാട്ടത്, ചിക്കൻ പരട്ടല്ല, ചിക്കൻ പെരട്ട്. ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്, നല്ല വെന്തിക്കണ്. ഇനി ഇതൊന്നും കൂടെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മളത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. സംഗതി റെഡിയായി. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കുക വളരെ ഫാസ്റ്റായിട്ട്. പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പൊറോട്ടയ്ക്കും നെയ്ച്ചോറിക്കും ചപ്പാത്തിക്കും ഒക്കെ ഉഷാറാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഹാവ് എ നൈസ് ഡേ.